ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ല അടിപൊളി ഒരു ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. പിന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കുക്കറിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ കുട്ടികൾക്ക് ലഞ്ച് ബോക്സ് ആയിട്ട് കൊടുത്തേക്കാനും ഓഫീസിലേക്ക് കൊണ്ടുപോകാനൊക്കെ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു കുക്കർ എടുത്തിട്ട് ചൂടാക്കുന്നുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുക്കറിലായതുകൊണ്ട് തന്നെ ഒരൊറ്റ വിസിലിന് നമുക്ക് ഒരു റൈസ് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഓയിലും കൂടി ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് 2 കഷ്ണം പട്ട, ഒരു 4 ഗ്രാമ്പു, ഒരു 4 ഏലക്ക, പിന്നെ 1 ടീസ്പൂണ് വലിയ ജീരകം, പിന്നെ ബേ ലീഫും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ട് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതൊന്ന് ചൂടായിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു 3-4 വെളുത്തുള്ളി ഞാനൊന്ന് നീളത്തിലായിരുന്നതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതും കൂടെ ഒന്ന് ഇതിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടായിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഞാൻ ഒരു സവാള നീളത്തിലരിഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒരു 2-3 പച്ചമുളകും കൂടി നടു കീറിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് ഒന്ന് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ സവാളയിൽ ഉപ്പ് ചേർത്തിട്ട് വഴറ്റിയെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു സവാള വഴന്ന് കിട്ടും കേട്ടോ. ഇനി ഇതിലേക്കൊരു 4-5 അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓപ്ഷനിലാണ്, ഇത് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പുതിനയുടെ ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഞാനിവിടെ ഒരു 3 തക്കാളി മിക്സർ ജാറിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ചേർക്കാണ്ട് അടിച്ചിട്ട് പേസ്റ്റ് ആക്കിയതാണ്. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തുള്ളത്. നല്ല വലിപ്പമുള്ളതാണെങ്കിൽ 2 എണ്ണമൊക്കെ എടുത്താൽ മതിയാവും കേട്ടോ. ഇനി അത് ഇതിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് തിളച്ചിട്ട് ആ ഒരു എണ്ണ തെളിയുന്ന ഒരു സമയത്ത് ഇതിലേക്ക് ഞാൻ കാശ്മീരി ചില്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു 1/4 സ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ല എരിവ് വേണമെങ്കിൽ കാശ്മീരി ചില്ലിപ്പൊടി പകുതി ഇട്ട് കൊടുത്താൽ മതി. 1 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. 1 ടീസ്പൂണ് സാധാ മുളക് പൊടിയും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ കുട്ടികൾക്ക് സ്കൂളിലേക്കൊക്കെ ആകുമ്പോൾ വല്ലാത്ത എരിവൊന്നും വേണ്ടല്ലോ. അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് കാശ്മീരി ചില്ലിപ്പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ചോറിനൊരു കളറും കൂടി കിട്ടും. എന്നിട്ട് നന്നായിട്ട് ഇതിനൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഞാൻ നല്ല ചൂടുള്ള വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ 2 കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ കുക്കറിലായതുകൊണ്ട് തന്നെ ഒരു 3-3/4 കപ്പോളം വെള്ളമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. സാധാരണ നമ്മൾ നോർമലായിട്ട് ഒരു പാത്രത്തിൽ വെക്കുകയാണെങ്കിൽ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം ആ രീതിയിൽ എടുക്കുക. ഇത് കുക്കറിലായതുകൊണ്ട് മാത്രം ഞാൻ അതിൽ നിന്ന് ഒരു 1/4 കപ്പ് വെള്ളം കുറവാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അരിയൊക്കെ ഞാൻ ആദ്യം തന്നെ കഴുകിയിട്ട് വാരിച്ചിട്ടുണ്ടായിരുന്നു, വെള്ളം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ കൈമ റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് റൈസ് വെച്ചിട്ടും ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി സാധാ നമ്മുടെ വീട്ടിൽ വെക്കുന്ന ഒരു അരിയില്ലേ, ചോറ് ഏത് നമ്മൾ ചോറ് വെക്കുന്ന ഒരു അരി വെച്ചെങ്കിൽ അത് വെച്ചിട്ടാണെങ്കിലും ഈ ഒരു ടൊമാറ്റോ റൈസ് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ സമയത്തിന് അതിൽ ഉപ്പൊക്കെ ഇല്ലെന്ന് കറക്റ്റ് ഇല്ലെന്ന് നോക്കി. അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണ് കേട്ടോ. ഇന്ന് കുക്കറിൻ്റെ മൂടി വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഒരു വെയിറ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരൊറ്റ വിസിലേ ഞാൻ അടിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ റൈസൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടാവും. ഇനി നമ്മൾ ഇതിൻ്റെ ഒരു വിസിൽ കളയാതെ തന്നെ ഇങ്ങനെ വെക്കും. പിന്നെ അതൊക്കെ പോയതിന് ശേഷമാണ് ഇതിൻ്റെ ഒരു മൂടി തുറന്ന് നോക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഒരു റൈസ് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് മിക്സാക്കി എടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലും കൂടി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതിൽ പുതിന മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി മിക്സാക്കി എടുക്കുക. അപ്പോൾ അടിപൊളി റൈസാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്കൊരു കോഴിമുട്ട എന്തെങ്കിലുമൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് അത് വെച്ച് കൊടുക്കുക. പിന്നെ ചിക്കൻ പൊരിച്ചതൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടം രീതിയിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ചെറിയൊരു സാലഡ് മാത്രം മതി കേട്ടോ നമുക്ക് ഈ ഒരു ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്കൂളിലേക്ക് ചോറ് കൊണ്ടുപോകാൻ മടിയുള്ള കുട്ടികളാണെങ്കിലും ചോറ് കഴിക്കാൻ മടിയുള്ള കുട്ടികളാണെങ്കിലും ഇതുപോലെ ഒരു റൈസ് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ എന്തായാലും ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി പുതിയൊരു അടിപൊളി വീഡിയോയുമായി വരുന്നവരെല്ലാവരോടും